ശ്രീ ആർ വി ബാബു ഒരു മിനിറ്റ്. അല്ല, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം അസത്യം പറയാനായിട്ട് പ്രത്യേകിച്ച് രേഖകളുടെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ അസത്യത്തിൽ എനിക്ക് ഏറ്റവും എന്നെ ഞെട്ടിപ്പിച്ച കാര്യം ഈ കാശ്മീർ വേണമെങ്കിൽ പൊക്കോട്ടെ, ജമ്മുവിനെ ചേർത്താൽ മതി എന്ന് RSS പറഞ്ഞു എന്നാണ്. അത് എവിടെ പറഞ്ഞു എന്നൊന്നും അദ്ദേഹത്തിന് പറയാനുള്ളൊരു രേഖയൊന്നും വേണ്ട. പക്ഷെ അസത്യമാണല്ലോ പറയുക, അതിന് പ്രത്യേകിച്ച് ഒരു രേഖയുടെ ആവശ്യമില്ല. അതേപോലെ അദ്ദേഹം ഭരണഘടനയുടെ അമെൻമെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു, തെറ്റാണ്. അദ്ദേഹം പാകിസ്ഥാനെ വിമർശിച്ചതിന്റെ പേരിലല്ല, നെഹ്റു സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയതിന്റെ പേരിലാണ്. കാരണം അഭയാർത്ഥി പ്രവാഹം അവരെ വേണ്ട രീതിയിൽ പ്രദർശിപ്പിക്കുന്നില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് നിരന്തരം അതിന്റെ പേരിലാണ് ഇടതുപക്ഷ പത്രം ക്രോസ് റോഡ്സിനെ നിരോധിച്ചത്. ഇടതുപക്ഷ പത്രം RSSന്റെ മാത്രമല്ല, RSSന്റെ പത്രത്തെ മാത്രമല്ല. അപ്പോ ഞാൻ പറഞ്ഞത്, അസത്യം പറയാൻ പ്രത്യേകിച്ച് നമുക്ക് തെളിവുകളുടെ ആവശ്യം വേണ്ട, രേഖകളുടെ ആവശ്യം വേണ്ട. അതുകൊണ്ട് റോണിയെ പോലുള്ളവർ, അദ്ദേഹം വഹിക്കുന്ന പദവിയുണ്ട്, അദ്ദേഹം ഒരു അധ്യാപകനാണ്. സംസാരിക്കുമ്പോൾ നമ്മൾ പരമാവധി അത് ചരിത്ര രേഖകളെ ഉദ്ധരിച്ചുകൊണ്ടും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ പ്രൊഫഷനോട് ചെയ്യുന്ന ഒരു മാന്യതയായിരിക്കുമെന്ന് മാത്രം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നന്ദി.